ഐ ഫോർഗീവ് ഹിം, ഞാൻ അവനോട് ക്ഷമിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ചാർലി കിർക്കിൻ്റെ ഭാര്യ എറീക്ക കിർക്കിൻ്റെ ദൈവസ്നേഹം തുളുമ്പി നിന്നതായ വാക്കുകൾ, ഐ ഫോർഗീവ് ഹിം, ഞാൻ അവനോട് ക്ഷമിക്കുന്നു. ആ വാക്കുകൾ ആ പ്രിയ സഹോദരി പറഞ്ഞപ്പോൾ പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങൾ, അവിടെ സന്നിഹിതരായിരുന്നവർ മാത്രമല്ല, ആ ഫ്യൂണറൽ സർവീസ് വീക്ഷിച്ചുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ലോകമെമ്പാടുമുള്ളവർ, അവർ ക്രിസ്തുവിന് മഹത്വം കരയറ്റി. ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെട്ട ഒരു നിമിഷമായിരുന്നു, ഒരു സമയമായിരുന്നു അത്. സ്വന്തം ഭർത്താവ്, ചെറുപ്പക്കാരനായ വെറും 31 വയസ്സുള്ള തൻ്റെ പ്രിയ ഭർത്താവ്, നന്മ മാത്രം ചെയ്ത ആ മാന്യദേഹം അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം ഓരോ സ്റ്റേറ്റുകളിലും ഓടി നടന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക്, ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക്, നന്മ മാത്രം. കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, കുടുംബജീവിതത്തിലുള്ള ഹാർമണിയെക്കുറിച്ച്, എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ കുടുംബം സ്വർഗമാക്കാമെന്ന് പറഞ്ഞ് അനേകം യൗവനക്കാരെയും അനേകം ദമ്പതികളെയും ഉണർത്തിയ അമേരിക്കയുടെ വീരപുത്രനായിരുന്ന ചാർലി കിർക്കിൻ്റെ പ്രിയ ഭാര്യ കഴിഞ്ഞ ഞായറാഴ്ച നടന്നതായ ആ ഫ്യൂണറൽ ചടങ്ങിൽ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന, ഏതൊരു മനുഷ്യ ഹൃദയത്തെയും ചലിപ്പിക്കുന്നതായ വാക്കുകൾ പറഞ്ഞു. ഐ ഫോർഗീവ് ഹിം, ഞാൻ അവനോട് ക്ഷമിക്കുന്നു. എന്തുകൊണ്ടാണ് ആ മാന്യ വനിതാ രത്നം അങ്ങനെ പറയാൻ ഇടയായത്? ഒന്ന് മാത്രം, കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ കാൽവറി ക്രൂശിലെ ക്ഷമ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ കരുണ, യേശുക്രിസ്തുവിൻ്റെ ദീർഘക്ഷമ, അത് അവിടെ തീർന്നില്ല. അത് ഏകദേശം 2000 വർഷത്തോളം മുമ്പ് അത് സംഭവിച്ചുവെന്ന് നാം ബൈബിളിലൂടെ വായിക്കുന്നു, നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അത് കേവലം ഒരു പ്രാവശ്യം യേശുക്രിസ്തു പ്രഖ്യാപിച്ചതായ മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിച്ച ഒരു വാക്ക് മാത്രമായിരുന്നില്ല. അത് പകർന്നും പടർന്നും വന്ന് ദിഗന്ധങ്ങളെ കോൾമേർ കൊള്ളിച്ചുകൊണ്ട്, ചക്രവാള സീമകൾക്ക് അതീതമായി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വാസ്തവമായി വേർതിരിച്ച ദൈവമക്കളുടെ ഹൃദയത്തിലും അവരുടെ നാവിലും അവരുടെ ശബ്ദത്തിലും മുഴങ്ങി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ക്ഷമയുടെ ശബ്ദം, ഐ ഫോർഗീവ് ഹിം. അതല്ലേ നാം അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തേഫാനോസിൽ നിന്ന് കണ്ടത്? പിതാവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ക്ഷമയുടെ ജീവിതമാണ്. അത് വാക്കുകളിൽ തങ്ങി നിൽക്കുന്നതല്ല, അത് പ്രസംഗത്തിൽ തങ്ങി നിൽക്കുന്നതല്ല, അത് ജീവിതത്തിൽ. ഹല്ലേലൂയ. ആ പ്രിയ സഹോദരി ഹൃദയാത്മന തൻ്റെ പ്രിയ ഭർത്താവിനെ വെടിവെച്ച് കൊന്ന, ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടല്ല, ഒരു തിന്മയും ചെയ്തിട്ടല്ല, ആർക്കും ഒരു ദോഷം ചെയ്തിട്ടല്ല, നന്മയുടെ വഴികൾ ചൂണ്ടിക്കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്, നന്മയാകുന്ന ക്രിസ്തുവിനെ, വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ അന്ധകാരമുള്ള മനുഷ്യ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു ഉയർത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു. പക്ഷേ ആ പ്രിയ സഹോദരിക്ക് പരിഭവമില്ല, പരാതിയില്ല, അവരോട് ഇഷ്ടക്കുറവില്ല. ഞാൻ അവനോട് ക്ഷമിക്കുന്നുവെന്ന്. അത് അമേരിക്കയെ പിടിച്ചു കുലുക്കിയ, അമേരിക്കൻ ജനതയെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അനേകം രാജ്യങ്ങളിൽ ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്നവരെ പിടിച്ചു കുലുക്കിയതായ വാക്കുകൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതല്ലേ നമ്മുടെ ഭാരതഭൂമിയിലും അന്ന് അരങ്ങേറിയത്? നമുക്കറിയാം, ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹം തൻ്റെ 3 കുഞ്ഞുങ്ങളും തൻ്റെ പ്രിയ ഭാര്യ ഗ്ലാഡീസ് സ്റ്റെയിൻസുമായി ഈ ഭാരതത്തിൽ വന്നു, ഒറീസയിൽ വന്നു. അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല, മതപരിവർത്തനമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സ്നേഹിക്കുക, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ആരും തൊടാൻ അറയ്ക്കുന്ന കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യമാക്കി. ആ മാതൃകയോടെ ആ പ്രിയ കുടുംബം ഇന്ത്യയിലുള്ളതായ അനേക കുഷ്ഠരോഗികളെ അവരെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതിനും ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശം അവരോട് കൊടുക്കുന്നതിനുമായി അവർ കടന്നു വന്നു.
ഒരു രാത്രി കുഷ്ഠരോഗികളെ സന്ദർശിച്ച് അവർ രണ്ട് കുഞ്ഞുങ്ങൾ, ഫിലിപ്പും തീമോത്തിയും, രണ്ട് കുഞ്ഞുങ്ങൾ. അന്ന് കുഞ്ഞുങ്ങൾക്ക് വെറും 10 വയസ്സും 6 വയസ്സും മാത്രം. തിമോത്തിക്ക് 6 വയസ്സ്, ഫിലിപ്പിന് 10 വയസ്സ്. കൊച്ചു കുഞ്ഞുങ്ങൾ. തങ്ങളുടെ പപ്പ പോകുന്ന ആ ദൈവവേലയ്ക്ക് വേണ്ടി അവരും കൂടെ പോയി. പപ്പ വേറെ ഒന്നിനുമല്ല പോയത്, മദ്യപിക്കാനല്ല പോയത്, ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾക്കല്ല പോയത്. പാവപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികളെ ചികിത്സിക്കാനും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുവാനും അവർക്ക് സാന്ത്വന വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് മരുന്നുകൾ കൊടുക്കുവാനുമായി ആ രാത്രി തൻ്റെ സ്വന്തം ജീപ്പിൽ അദ്ദേഹം പോയി മടങ്ങി വന്നപ്പോൾ സുവിശേഷ വിരോധികൾ ഒറീസയുടെ മണ്ണിലിട്ട് ആ കുഞ്ഞുങ്ങളെയും ആ ഗ്രഹാം സ്റ്റെയിൻസിനെയും ചുട്ടുകൊന്നു. പ്രിയപ്പെട്ടവരെ, പക്ഷേ തൻ്റെ ഭർത്താവിനെ ചുട്ടുകൊന്നു, തൻ്റെ കുട്ടികളെ ചുട്ടുകൊന്നിട്ടും ഗ്ലാഡീസ് പറഞ്ഞു, എനിക്ക് ആരോടും പരിഭവമില്ല, എനിക്ക് ആരോടും പരാതിയില്ല, ഞാൻ ക്ഷമിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുവിശേഷത്തെ എതിർക്കുന്നവരാണോ? സുവിശേഷകരെ എതിർക്കുന്നവരാണോ? നിങ്ങൾ സുവിശേഷകരെ പീഡിപ്പിക്കുന്നവരാണോ? പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവർക്ക് അവർക്ക് ക്ഷമിക്കാനേ കഴിയൂ. ആ എറിക്ക ക്രിക്കിൻ്റെ വാക്കുകൾ, ദൈവത്തിന് സ്തോത്രം. ആ ഏതാനും സമയം നീണ്ടു നിന്ന ആ പ്രിയ വനിതയുടെ ആ വാക്കുകൾ കേട്ട് ഇടയ്ക്കെല്ലാം ആളുകൾ എഴുന്നേറ്റ് നിന്നു, ഹർഷാരവും മുഴക്കി, അവർ കൈകളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. അമേരിക്കയുടെ ചരിത്രത്തിൽ ദൈവം സന്തോഷിച്ച, ദൈവസാന്നിധ്യം ഇറങ്ങി നിന്ന ഒരു ശവസംസ്കാര ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിച്ച് ശവസംസ്കാര ശുശ്രൂഷ പോലും ദൈവനാമമഹത്വത്തിന് ഇടയായി. ഇതാണ് യഥാർത്ഥമായ ഒരു ക്രിസ്തു ഭക്തന്റെ അവസാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കും നല്ല മാതൃകകളായി ജീവിക്കാം. നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പറയണം. എന്ത് പറയണം? അദ്ദേഹം ഒരു ക്രിസ്തു ഭക്തനായിരുന്നുവെന്ന്, എൻ്റെ അമ്മ ഒരു ക്രിസ്തു ഭക്തിയായിരുന്നുവെന്ന്, ഉള്ളകാലം യേശുവിന് വേണ്ടി നിന്നുവെന്ന്, ഉള്ളകാലം സ്വർഗീയ കുടുംബജീവിതം കെട്ടിപ്പടുത്തുവെന്ന്. അത് പറയാൻ ഇടവരുന്നതാണ് ജീവിത വിജയം. പലരും വിചാരിക്കും ബിസിനസ്സിൽ വിജയിച്ചു, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയത്തിൽ വിജയിച്ചു, സാമൂഹിക കാര്യങ്ങൾ വിജയിച്ചു, അതുകൊണ്ട് എല്ലാം വിജയിച്ചു, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ വിജയിച്ചു, വലിയ സാമ്പത്തിക മേഖലകളിൽ വിജയിച്ചു, അതാണ് ജീവിത വിജയം എന്ന് പറയുന്നു. അതെ, അതുമായിരിക്കാം. പക്ഷേ എന്താണ് യഥാർത്ഥ ജീവിത വിജയം? സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും സ്വന്തം മക്കളും സ്വന്തം അപ്പനും അമ്മയും ഉള്ളതായ കൊച്ചു കുടുംബത്തിൽ ഒരാൾ ആ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മറ്റുള്ളവർ പറയണം, വാസ്തവമായി ക്രിസ്തുവിനെ അനുഭവിച്ച ഒരാളായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, അതല്ലേ ഏറ്റവും വിലപ്പെട്ട ജീവിതം. അത് ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യത്തിലും നിലനിൽക്കുന്ന ജീവിതമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ചാർലി കിർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് തൻ്റെ 31-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. തൻ്റെ യൗവനകാലത്ത് തുടങ്ങി വെച്ച ആ വലിയ ശുശ്രൂഷ ഒരു കാട്ടുതീ പോലെ ആഴി പടരുമെന്ന്. അത് അമേരിക്കയുടെ മണ്ണിൽ മാത്രമല്ല, അത് ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ചൈനയിലും ഏഷ്യൻ രാജ്യങ്ങളിലും എല്ലാം അത് കത്തിപ്പടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അനേക ഹൃദയങ്ങളെ, പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സ്നേഹം കീഴടക്കി കഴിഞ്ഞു. അനേകർ വിളിച്ചു പറയുന്നു, അങ്ങ് UK-യിലും ഓസ്ട്രേലിയയിലും ചൈനയിലും അനേകം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിളിച്ചു പറയുന്നു, ഐ ആം ചാർലി കിർക്ക്, ഐ ആം ചാർലി കിർക്ക്, ഐ ആം ചാർലി കിർക്ക് എന്ന് അനേക യൗവനക്കാർ ആവേശത്തോടെ പറയുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത്? ചാർലി കിർക്ക് ഉയർത്തിയത് യേശുവിനെയാണ്, യേശുവിൻ്റെ സ്നേഹത്തെയാണ്, യേശുവിൻ്റെ സുവിശേഷത്തെയാണ്, യേശുവിൻ്റെ ജീവിത മാതൃകയാണ്. ആ യേശുവിൻ്റെ സ്നേഹം സ്വന്തം കുടുംബത്തിൽ അത് ഉളവാക്കിയെടുക്കുവാൻ, അത് വളർത്തിയെടുക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, നിങ്ങൾ ഞായറാഴ്ചകളിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കണമെന്ന്. നിങ്ങൾ സഭാരാധന കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഒത്ത് സമയം ചെലവഴിക്കണം.
നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം, നിങ്ങളുടെ കുടുംബത്തോടൊത്ത് സമയം ചെലവഴിക്കണമെന്ന്. എന്തൊരു ശ്രേഷ്ഠമായ ഒരു ഉപദേശമാണ്. ഈ ഭൂമിയിലെ സ്വർഗമാണ് നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൊച്ചുമക്കൾ, എല്ലാവരും ചേർന്നൊരു കൊച്ചു കുടുംബം. അതേ പ്രിയരെ, നമ്മുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗങ്ങളാകണം. അതിന് എന്ത് വേണം? സ്വർഗത്തിൻ്റെ അധിപതിയായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരണം, നമ്മുടെ കുടുംബത്തിൽ വരണം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ വരണം, അപ്പൻ്റെയും മക്കളുടെയും ജീവിതത്തിൽ വരണം. അങ്ങനെയെങ്കിൽ കുടുംബ സ്വർഗമാകും. കോടികൾ ഉണ്ടായാൽ കുടുംബ സ്വർഗമാകിയില്ല. മോനെ, നീ എന്തെല്ലാം രാപകലില്ലാതെ അധ്വാനിച്ച് നീ എന്തെല്ലാം വാരിക്കൂട്ടിയാലും നിന്റെ മക്കൾ നിന്റെ വഴിക്കല്ലെങ്കിൽ, നിന്റെ മക്കൾ നിന്നോട് ചേർന്നല്ലെങ്കിൽ, മോനെ നിന്റെ ഭാര്യ നിനക്ക് അനുകൂലമല്ലെങ്കിൽ, മോനെ നീ സമ്പാദിച്ചെല്ലാം വ്യർത്ഥമല്ലേ? വ്യർത്ഥം. എന്നാൽ കെട്ടുറപ്പുള്ള ജീവിതം, വിലയുള്ള ജീവിതം, അതാണ് പ്രിയ ചാർലി കിർക്ക് തൻ്റെ 31 വയസ്സ് വരെ നയിച്ചത്. ഞാൻ ആ കുടുംബത്തെ ഓർത്ത് അഭിമാനിക്കുന്നു. ഞാൻ ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ മാന്യ സഹോദരിയെ ഓർത്ത് ഞാനും വീർപ്പടക്കിക്കൊണ്ട് ആകാംക്ഷയോടെ ആ പ്രസംഗങ്ങൾ കേൾക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ ഒരു ദൈവ പൈതൽ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു. ഹല്ലേലൂയ. വലിയ ദുഃഖത്തിൻ്റെയും വിരഹത്തിൻ്റെയും വേദനയുടെയും സമയത്ത് ദൈവത്തെ പഴിച്ചുകൊണ്ടും ദൈവത്തെ ദൂഷിച്ചുകൊണ്ടും, എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ കവർന്നു പോയത്, എന്തുകൊണ്ടാണ് ദൈവം കാക്കാത്തത്, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ വ്യക്തിയുടെ ജീവിതം കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യാത്തത് എന്താണ് എന്നെല്ലാം പറഞ്ഞ് വേണമെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്താം. ഇല്ല, ഒരക്ഷരവും പറയാതെ എൻ്റെ ദൈവം നല്ലതേ ചെയ്യൂ എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ പ്രിയ വനിത പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവ് തുടങ്ങി വെച്ച ദൈവവേല തുടരുമെന്ന്, എൻ്റെ ഭർത്താവ് തുടങ്ങി വെച്ച എല്ലാ ശിശുക്കളും മുടക്കം വരാതെ ഞാൻ തുടരുമെന്ന്. ഓ ഹല്ലേലൂയ. അതേ പ്രിയരെ, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നും പ്രകാശിക്കും. അമേരിക്കയുടെ ഓരോ ചരിത്രത്താളുകളിൽ ഒരു രജത താരമായി, ഹല്ലേലൂയ, ഒരു വെള്ളി നക്ഷത്രമായി അമേരിക്ക ഉള്ളിടത്തോളം കാലം ചാർലി കിർക്കിൻ്റെ നാമം, പേര് ക്രിസ്തു മുഖാന്തരം ഉയരാനിടയാകും, ക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി ഉയരാനിടയാകും. ഞാൻ കുടുംബത്തെ സല്യൂട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രിയ ചാർലി കിർക്ക്, അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ എറിക്ക കിർക്ക്, പ്രിയപ്പെട്ടവരെ, ആ സഹോദരി ഇന്ന് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ കേൾക്കുകയുണ്ടായി വാർത്താമാധ്യമങ്ങളിലൂടെ. 2 കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. ആ മാന്യ സഹോദരി പറഞ്ഞത് എത്രയോ ഹൃദയ സ്പർശിയാണ്, എത്രയോ ക്രിസ്തുവിൻ്റെ വചനം നമ്മെ സ്വാധീനിക്കുന്നതാണ്. നമുക്കും ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതുതന്നെ സ്തേഫാനോസ് പിന്തുടർന്നു. കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. അതുതന്നെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡീസ് പറഞ്ഞു, ഞാൻ അവരോട് ക്ഷമിക്കുന്നുവെന്ന്. അത് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ എറിക്കാക്ക് പറഞ്ഞു, ഐ ഫോർഗീവ് ഹിം. ദൈവത്തിന് സ്തോത്രം, ഞാൻ ക്ഷമിക്കുന്നുവെന്ന്. നമുക്ക് ക്ഷമിക്കാൻ കഴിയുമോ? നമ്മോട് തെറ്റ് ചെയ്തവരോട്, നമ്മെ ഉപദ്രവിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്നേഹം. അത് പ്രസംഗത്തിൻ്റെ വാക്കുകളിൽ തീരരുത്. ക്ഷമിക്കുന്നു. നിങ്ങൾക്ക് ആരോടെങ്കിലും പരിഭവമുണ്ടോ, പരാതിയുണ്ടോ, ഇഷ്ടക്കുറവുണ്ടോ, നിങ്ങളെ ഉപദ്രവിച്ചവരോട്, നിങ്ങളെ വിഷമിപ്പിച്ചവരോട്, നിങ്ങൾക്കെതിരായി നിന്നവരോട് നിങ്ങൾക്ക് വിഷമമുണ്ടോ, എല്ലാം മറന്ന്, എല്ലാം പുറത്ത് ഇതുപോലെ രജത താരങ്ങളെപ്പോലെ നമ്മുടെ മധ്യത്തിൽ സാക്ഷികളായി, ക്രിസ്തുവിൻ്റെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷികളായി നിന്ന ഈ വലിയൊരു കൂട്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാം. അങ്ങനെ ക്ഷമിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാം. അതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എറിക്ക ക്രിക്കിനെയും കുഞ്ഞുങ്ങളെയും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടും ആ കുടുംബത്തെ കർത്താവ് പുലർത്തട്ടെ, ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആ കുടുംബത്തെ കർത്താവിൻ്റെ വേലക്കാരും കർത്താവിൻ്റെ ജ്വലിക്കുന്ന സാക്ഷികളുമാകട്ടെ. പോരാ, അമേരിക്കയുടെ മാത്രമല്ല അനേകം രാജ്യങ്ങളുടെ ഉണർവിന് ആ കൊച്ചു കുടുംബത്തെ കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. ആ പ്രിയ സഹോദരിയെ കർത്താവ് ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, സകല സ്വർഗീയ നന്മകളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം എടുക്കുവാനിടയാകട്ടെ. സ്തോത്രം.